ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു Ashbicreations. ഇന്ന് നമ്മൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് ഇന്ന് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീക്വൻസും ഗോൾഡൻ കളറിലെ സീക്വൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ റഫായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ എന്താ ഇതുപോലെ ആദ്യം നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളുടെ മെറ്റീരിയലിലേക്കൊക്കെ. അതിനുശേഷം സെൻറ്റർ പോർഷൻ കണ്ടെത്തിയിട്ട് ഷോൾഡറിൻ്റെ വിഡ്ത്ത് കണ്ടെത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ യൂണിക്കാണെങ്കിൽ അങ്ങനെ വൈഡായിട്ടാണെങ്കിൽ അങ്ങനെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്കിതുപോലെ കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പോയിൻറ്റ്സ് ഇട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ബീഡ്സ് വർക്ക് വരാൻ വേണ്ടിയാണ് കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പോയിൻ്റ് കൊടുത്ത ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലേക്കും ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും വീതിക്കാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതും അതുപോലെ തന്നെ ജസ്റ്റ് പോയിൻ്റ് ഇട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ ഇട്ടുള്ള ഭാഗത്തുണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ബീഡ്സ് വർക്ക് വരാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ബീഡ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബീഡ്സാണ് നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ബീഡ്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിനുമാണ് നമ്മളിതുപോലെ കുറച്ച് ലൈൻസ് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ 4 സൈഡിലേക്കും ലൈൻസ് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലൈൻസ് നമ്മൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പേപ്പറിൽ ഒന്ന് വരച്ചു കൊടുക്കണം. നല്ല വൃത്തിയായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കാർബൺ പേപ്പർ ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ യെല്ലോ കാർബൺ ഉണ്ട്, വൈറ്റ് കാർബൺ ഉണ്ട്. അപ്പോൾ അത് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ട്രേസ് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് മാർക്കർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഡയറക്റ്റായിട്ട് ഫ്രീ ഹാൻഡായിട്ട് അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് മെറ്റീരിയലിലേക്ക്. അപ്പോൾ ട്രേസ് ചെയ്ത് വരയ്ക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ 3 ഇഞ്ച് തന്നെ നമുക്ക് 2 സൈഡിലും വരുമ്പോൾ സെൻറ്ററിലും ആ 3 ഇഞ്ച് തന്നെ വരണം. അതുപോലെ വേണം നമ്മൾ ലൈൻസൊക്കെ വരച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സും അതിനകത്തുള്ള ബീഡ്സ് വർക്കും ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഡിസൈനിൻ്റെ പാറ്റേൺ വന്നിട്ട്. അപ്പം ഞാനിവിടെ ഈ ഒരു മാർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന പെൻസിൽ അപ്സരയുടെ ഗ്ലാസ് മാർക്കർ പെൻസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടാണ് കിട്ടുന്നതാണ്. നമ്മുടെ ഈ എംബ്രോയ്ഡറി മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് പേപ്പർ മാർട്ടിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു പെൻസിൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബീഡ്സൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്ററിലായിട്ട് ഞാനൊരു റൗണ്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലെ റൗണ്ട് ബീഡ് ഞാൻ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചുറ്റിനും ലൈൻസൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ആ ലൈൻസുള്ള ഭാഗത്ത് ഇതുപോലെ ഈ ഒരു ബീഡ് ഒരു 6 ബീഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 6 ബീഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്കിലും നമുക്ക് അത് ചെയ്യുമ്പോൾ നമ്മൾ ചുറ്റിനും എല്ലാം 6 ബീഡ്സ് തന്നെ എടുത്ത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 5 ബീഡ്സ് എടുക്കുന്നെങ്കിൽ നമുക്ക് അളവ് തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ആ ലൈൻസിന് ചുറ്റും നമുക്ക് ആ ഒരു അളവിൽ തന്നെ നമുക്ക് ഒരു ബീഡ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കതിന് ചുറ്റിനുമുള്ള ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ ഇത്. നമുക്ക് നമ്മുടെ ഒരു ഇതിപ്പോൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കോട്ടൻ്റെ ഫാബ്രിക്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് സെൻട്രൽ ഭാഗത്ത് നമുക്ക് ആ ബീഡ്സ് വരുന്ന സ്പ്രെഡ് ചെയ്തിട്ടുള്ള പോലെ ബീഡ്സ് വരുന്ന ഭാഗത്ത് നമുക്ക് നെറ്റ് യൂസ് ചെയ്തിട്ടുള്ള പിന്നെ സ്റ്റിച്ചിങ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും വേറൊരു വീഡിയോയിൽ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെയാണ് നെറ്റൊക്കെ ഫിക്സ് ചെയ്യുന്നുള്ളത് കുറേ പേർക്ക് ഡൗട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ മെറ്റീരിയലിലേക്ക് തന്നെ നമ്മൾ നെറ്റൊന്നും യൂസ് ചെയ്യാതെ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. നെറ്റ് യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ബീഡ്സിൻ്റെ ചുറ്റിനും നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ലോക്കിട്ട് കൊടുക്കാം. നിർബന്ധമില്ല, അത് പോവത്തൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ലോക്കിട്ട് നമുക്ക് ഓരോ ബീഡ്സിൻ്റെയും സെൻറ്റർ ഭാഗത്തു നിന്നും ലോക്കിട്ട് കൊടുക്കാം. അരി നീഡിൽ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ
നമുക്കിങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് വരും. നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് വരുവേ. അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഈ ഒരു കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, ഞാൻ ആദ്യം കാണിച്ച ഒരു 3 ബീഡ്സ് താഴേക്ക് ഒന്നെടുക്കുക. അതിനകത്തൂടെ തന്നെ ഞാൻ ഒന്നുകൂടെ നീഡിലെടുക്കാനുണ്ട്, ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊരു സീക്വൻസും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് തന്നെ മുകളിലേക്ക് വീണ്ടും ഒരു 3 ബീഡ്സ് എടുക്കുക. എന്നിട്ട് ഒരു സീക്വൻസും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ഫ്ലവർ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമുക്ക് ആദ്യം ഇതുപോലെ റൗണ്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മുടെ ഒരു ഗോൾഡൻ ഷുഗർ ബീഡ്സ് ഒരു 8 ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 8 ബീഡ്സ് എടുത്തിട്ട് അതിന് ചുറ്റിനൊന്ന് വെച്ച് നോക്കണം, കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് നമുക്ക് ഒരു ബീഡിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുവരുമ്പോൾ നമുക്കത് കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കും. പിന്നെ നമുക്കത് ലോക്കിട്ട് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഓരോന്നും അങ്ങനെ തന്നെ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ താഴത്തെ പോർഷൻ നമുക്ക് മുകളിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ താഴത്തെ പോർഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് പല കളർ മെറ്റീരിയൽസിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് ഫൈനലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്